ശ്രീ ആർ വി ബാബു, ഇവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും ഈ സിനിമയിൽ ഒരർത്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അവരോട് സാദൃശ്യം തോന്നുന്ന കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ പിണറായി വിജയനോട് സാദൃശ്യം തോന്നിക്കാവുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ കെ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്താണ്? ഇപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെടുന്ന ഓർമ്മകൾ ഉണർത്തുന്ന, ജനങ്ങൾ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ലെന്നാണോ? ഗുജറാത്ത് കലാപത്തിൽ നേരിട്ട് പരാമർശിക്കുന്ന എത്രയോ കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. കടമനിട്ട രാമകൃഷ്ണന്റെ ക്യാ എന്നൊരു കവിതയുണ്ട്. പർസാനിയ എന്ന് പറഞ്ഞ സിനിമ IFFK ഒരു പ്രധാനപ്പെട്ട സ്ക്രീനിങ്ങിലാണ് ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും പർസാനിയ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് കണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കലാസൃഷ്ടികൾ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്രയധികം വേദന? ഞാൻ അതിലേക്കൊന്ന് വരാം. അതിന് മുൻപായിട്ട് ശ്രീ പ്രമോദ് പറഞ്ഞത് അക്ഷരം പ്രതി കള്ളമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. കള്ളം പറയുന്നു അദ്ദേഹം. ഇപ്പോൾ എന്താ പറയുന്നത്? ഭരണഘടന അതായത് കോടതിയല്ല അന്തിമം, ജനങ്ങളാണ്. ആ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ 3 വട്ടം നരേന്ദ്രമോദിയെ? ആ ജനങ്ങളല്ലേ ഗുജറാത്തിലെ സർക്കാർ, BJP സർക്കാരിനെ തുടർച്ചയായി ആ ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഭരണഘടനയും കോടതിയും ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്താ ഈ സിനിമയെ വിമർശിച്ചുകൂടെ? സിനിമ വിമർശനത്തിന് അതീതമാണോ? അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ? ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഈ സിനിമ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്നു. ആ രാഷ്ട്രീയം പറയുന്നത് ആർക്കെതിരായിട്ടാണോ അവർ തിരിച്ച് സിനിമയ്ക്കെതിരെ ഉള്ള രാഷ്ട്രീയ ദുരുദ്ദേശം, ഈ സിനിമ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി എടുത്തതാണ് എന്ന് തിരിച്ചു പറയുന്നു. ഞങ്ങൾക്ക് പറയാം, ഞങ്ങളെ പറയാൻ പാടില്ല എന്നുള്ളത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായീകരിക്കുന്നത്? ഞങ്ങൾക്ക് പറയാം, ഞങ്ങളെ പറയാൻ പാടില്ല. ഇതെങ്ങനെ ശരിയാവുക? അത് വില പോവില്ല അഭിലാഷേ, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഗുജറാത്ത് കലാപവും നിങ്ങൾക്കെതിരായി ഒന്നും വരാൻ പാടില്ല എന്ന് ഷടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നിങ്ങൾക്കും കലാസൃഷ്ടികളാകാമല്ലോ. ആരെങ്കിലും തടഞ്ഞോ? നിങ്ങൾ അല്ല, കലാസൃഷ്ടികൾ, ഞങ്ങൾ ഉണ്ടാക്കുന്ന കലാസൃഷ്ടികളെ നിങ്ങൾക്ക് വിമർശിക്കാമല്ലോ. ആരെങ്കിലും തടയുന്നുണ്ടോ? ഇപ്പൊ കേരള സ്റ്റോറി വന്നു, നിങ്ങൾ വിമർശിച്ചു. വിമർശിച്ചോളൂ, അതിനെന്താ കുഴപ്പം? ആരെങ്കിലും തടയുന്നുണ്ടോ? അതിന്റെ പേരിൽ ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ? നമ്മളെ പോയിന്റ് പറയുകയല്ലേ, ആശയ പ്രചരണമല്ലേ ഇതിന്റെ കൂടെ നടക്കുന്നത്. അപ്പൊ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ പറയുന്നു. ഇവിടെ എന്താ, ഗുജറാത്ത് ഈ സിനിമ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. ആ രാഷ്ട്രീയം നിലവിലെ ഹിന്ദുത്വ സംഘടനകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഞങ്ങളത് കേട്ട് മിണ്ടാതിരിക്കണോ? സ്വാഭാവികമായിട്ടും അതിലെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇവിടെ എന്താണ്, ഹിന്ദുത്വ സംഘടനകളുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ബാബ ബജരംഗി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ നേതാവ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ഒരാളുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ ക്രൂരമായ വേട്ട, സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചു കൊല്ലുന്ന തരത്തിലുള്ള ക്രൂര രംഗങ്ങൾ കാണിക്കുക. 273 ഹിന്ദുക്കളാ ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത്. എന്താ, അവർ സ്വയം വെടിവെച്ച് മരിച്ചതാണോ അഭിലാഷേ? അവരോട് കൊല്ലപ്പെട്ടതല്ലേ? ഈ 59 കർഷകരാണ് ഗോദ്രയിൽ കൊല്ലപ്പെട്ടത്. ഗോദ്രയിലെ തീവണ്ടിക്ക് തീവച്ച ആ ആളുകളെ സുപ്രീം കോടതി വരെ എത്തി കേസ്. സുപ്രീം കോടതിയിൽ വരെ ആ കേസിൽ ശിക്ഷിച്ച ആളുകളെ 31 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഈ ബാബു ബജ്രംഗിയെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ഒരൊറ്റ കാര്യം, ഈ ബാബു ബജ്രംഗി എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ യഥാർത്ഥത്തിലുള്ള ബാബു ബജ്രംഗി പറയുന്ന വാചകങ്ങൾ, ടെഹൽക്കയുടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ അറിയാതെ പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ആയിക്കോട്ടെ, സുപ്രീം കോടതി തന്നെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞില്ലേ? ടീസ്റ്റാസത്തിലോ അത് വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ അവരുടെ സഹായിയായിട്ട് ബാബു ബജ്രംഗി ക്യാമറയുടെ മുന്നിൽ പറയുന്ന കാര്യങ്ങളാണ്. തെഹൽക്കയുടെ ക്യാമറയുടെ ബാബു ബജ്രംഗിയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ ഇരിക്കട്ടെ, അല്ല, ബാബു ബജ്രംഗിയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ അവിടെ നിൽക്കട്ടെ. ഇവിടെ സുപ്രീം കോടതി പരസ്യമായിട്ട് ടീസ്റ്റാ സത്യൽവാദിന്റെ കള്ളത്തരങ്ങൾ, വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ കാര്യങ്ങൾ സുപ്രീം കോടതി അല്ല പറഞ്ഞു സാർ. അല്ല, അത് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അത് വേണ്ട. നിങ്ങൾ ബാബു ബജ്രംഗി ഡിബേറ്റബിൾ ആണ്. പക്ഷേ ശ്രീ ആർ വി ബാബു അങ്ങ് ഉന്നയിച്ചത് ഈ സിനിമയിൽ ഒരു ബാബ ബജ്രംഗി ഉണ്ടെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ഈ ബാബു ബജ്രംഗി ഒറിജിനൽ ആയിട്ടുള്ള ആളാണ്. അയാൾ പറയുന്ന വാചകങ്ങളുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നു, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നോ? ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഐ എൻജോയ്ഡ് ഇറ്റ്. ഞങ്ങൾ മുസ്ലിം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതിക്രൂരമായി കൊല്ലുന്നത് ആസ്വദിക്കുകയായിരുന്നു എന്ന് ബാബു ബജ്രംഗി പറയുന്നത് യൂട്യൂബിലുണ്ട് സാർ, യൂട്യൂബിലുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ ജീവനോടെ ഉള്ള ഒരാളാണ് അയാൾ.
ശരി, അല്ല എനിക്ക് കാണണ്ടെന്ന്. അല്ല കാണണം. എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാന്ന്. അതേ കാര്യം തന്നെ നമ്മുടെ നാട്ടിൽ, അല്ലല്ല ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ, അതേ സംഭവം തന്നെ ഈ കാര്യത്തിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഈ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അല്ലല്ല, അപ്പോ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ. നിങ്ങൾ ഗോദ്രയെ കുറിച്ച് മിണ്ടില്ല. 59 കർഷകരെ പച്ചയോടെ ചുട്ടുകൊന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വിഷമമില്ല. അല്ല അങ്ങനെ പറയരുത്. ഗുജറാത്ത് ഉണ്ടാകുമായിരുന്നില്ല സാർ. അതിൽ തന്നെ 31 പേരെ കോടതി ശിക്ഷിച്ചു, അവരുടെ ശിക്ഷ ശരിവെച്ചു. അഭിലാഷ് ഈ മണിക്കൂർ ഒന്നാവാറായി. ഗോദ്രയിൽ നടന്ന കൂട്ടക്കൊലയെ കുറിച്ച് അഭിലാഷ് ഒരക്ഷരം മിണ്ടിയോ? ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും പറഞ്ഞോ? ഗോദ്രയിൽ നടന്നതല്ല, എവിടെ നടന്നതും ആളുകളെ ആക്രമിക്കുന്നതും കൊല്ലുന്നതും അപലപനീയമാണ്. ആർക്കാണ് തർക്കം? അങ്ങനെ ഈ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് മതമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും ഇരകളാണ്. പക്ഷെ അതിൽ ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളുണ്ട്. റെയിൽവേ നിയോഗിച്ച UC ബാനർജി കമ്മിറ്റി ഏകാംഗ കമ്മീഷൻ ഒരു അപകടമാണ്. ഈ S6 കോച്ചിനകത്തു നിന്നാണ് തീ പടർന്നത്. ഗുജറാത്ത് സർക്കാരാണ് നാനാവധി കമ്മീഷൻ നിയോഗിച്ചത്, റെയിൽവേ ആണ് ബാനർജി കമ്മിറ്റിയെ നിയോഗിച്ചത്. രണ്ടിന്റെ കാര്യം പറയണ്ട. റെയിൽവേ നിയോഗിച്ചത് ബാനർജി കമ്മിറ്റിയാണ്, ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചത് നാനാവധി കമ്മീഷനാണ്. നാനാവധി കമ്മീഷൻ ഇത് ആസൂത്രിതമായ ആക്രമണമാണെന്ന് പറഞ്ഞു. ബാനർജി കമ്മീഷൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഫയറാന്ന് പറഞ്ഞു. ഞാനിപ്പോ ആ കാര്യം തർക്കിക്കുന്നില്ല. കാരണം എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൽ അതാണോ ഒരു കമ്മീഷൻ പറഞ്ഞതാണോ മറ്റേ കമ്മീഷൻ പറഞ്ഞതാണോ ശരി നമ്മൾ തർക്കിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ബാനർജി കമ്മീഷനിലുള്ള വിചാരണ കോടതി എന്ത് പറഞ്ഞു? വിചാരണ കോടതി 31 പേരെ ശിക്ഷിച്ചു. അത് മേൽക്കോടതികൾ ശരിവെച്ചു. കൂട്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് സുപ്രീം കോടതിയെ വിശ്വാസമല്ല ഇക്കാര്യത്തിൽ. നിങ്ങൾക്ക് വിചാരണ കോടതി നിങ്ങൾക്ക് മത തീവ്രവാദികളോടൊപ്പം നിങ്ങൾക്ക് നിൽക്കണം. എല്ലാ മത തീവ്രവാദികൾക്കും എതിരാണ് ഞാൻ. എല്ലാ മത തീവ്രവാദികൾക്കും എതിരാണെന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഒരു മത തീവ്രവാദവും വിജയിക്കാൻ പാടില്ല. ഒരു ലെവലേശം നിങ്ങൾക്ക് സഹതാപമില്ല, അനുകമ്പയില്ല. നിങ്ങൾ കൊല്ലപ്പെട്ട 59 പേരാണെങ്കിലും അതിനുശേഷം കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് പേരായാലും ഞാൻ ഇവരെ കാണുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടല്ല സാർ, മനുഷ്യരായിട്ടാണ്. ഗോദ്രയിൽ കൊല്ലപ്പെട്ട 59 പേരും അതിനുശേഷം കൊല്ലപ്പെട്ട 1000-ലധികം പേരും മനുഷ്യരെയാണ് വെട്ടിയും കുത്തിയും കത്തിച്ചുമൊക്കെ കൊണ്ടത്. അപ്പൊ ഈ ലോകത്ത് ഏത് മനുഷ്യൻ കൊല്ലപ്പെട്ടാലും അതിലെ ആളൽ എന്റെ മനസ്സിലുണ്ടാവും. അതിന് മനുഷ്യത്വം എന്ന് പറയും. അതിലിപ്പോ ഹിന്ദു കൊല്ലപ്പെട്ടോ മുസ്ലിം കൊല്ലപ്പെട്ടോ എന്ന അടിസ്ഥാനത്തിലല്ല നമ്മളൊരു കൊലപാതകത്തെ കാണേണ്ടത്. നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല സാർ. എല്ലാവരോടും കാണിക്കും, ഗോദ്രയോടും കാണിക്കും. ആ മനുഷ്യത്വം നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീ ബാബു പറയുന്നത്? നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല. നാളെ വരെ ചർച്ചയില് നിങ്ങൾ ഗോദ്ര ഉയർത്തിയിട്ടില്ല. പറയുന്നത് നിങ്ങൾ കുറ്റക്കാരാണ് അഭിലാഷ്. മനുഷ്യത്വത്തിന്റെ ഒപ്പം നിൽക്കുന്നത് കുറ്റമാണെങ്കിൽ കുറ്റക്കാരനാണെന്ന് ഞാൻ സമ്മതിക്കാം. എനിക്ക് ഒരു തരത്തിലുള്ള മത തീവ്രവാദത്തെയും അനുകൂലിക്കേണ്ട കാര്യമില്ല. BBC ഡോക്യുമെന്ററി ആവട്ടെ, പൃഥ്വിരാജിന്റെ സിനിമയാവട്ടെ, അത് ഏത് കാര്യത്തിലായാലും. സോറോസിന്റെ ഫണ്ട് ട്രംപ് പറഞ്ഞ പോലെ ഇവിടുത്തെ കുറെ മാധ്യമ പ്രവർത്തകർക്ക് എതിരെ വരെ ആരോപണമാണ്. 38 മിനിറ്റ് ആയിട്ട് ജോർജ് സോറോസ് എന്താണ് വരാത്തതെന്ന് ഞാൻ ഇനി നിങ്ങൾ പറയും ജോർജ് സോറോസ് ആണ്, അബ്രാം ഖുറേഷിയാണ്, നിങ്ങൾക്ക് വിഷമിക്കും. നിങ്ങൾക്ക് പൊള്ളും അഭിലാഷേ. എന്റെ പൊന്നു സാറേ, സോറോസിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സകല ഡയറക്ടറേറ്റുകളും കയ്യിലിരിക്കല്ലേ. ഏത് സോറോസിന്റെ ഏത് പണം ആർക്ക് പോയെന്ന് അങ്ങ് അന്വേഷിച്ച് കണ്ടുപിടിച്ചാ പോരെ? ഒരു എല്ലാ അന്വേഷണ ഏജൻസികളും കയ്യിലിരിക്കല്ലേ, അന്വേഷിച്ചൂടെ? അത് കണ്ടുപിടിക്കട്ടെ. ഏത് കാലത്ത് ഇപ്പൊ കണ്ടുപിടിക്കേ? ജോർജ് സോറോസ് തന്നെയല്ലേ പറഞ്ഞ ജോർജ് സോറോസ് ആർക്ക് പൈസ കൊടുത്തിട്ട് കണ്ടുപിടിക്കുന്നത്? ഈ മുകളിലിരിക്കുന്ന ആളുകൾക്ക് എന്താ പണി? കുറെ ഏജൻസികൾ ഉണ്ടല്ലോ, കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കട്ടെ. എന്തായാലും ജോർജ് സോറോസ് തന്നെ പറഞ്ഞല്ലോ. ജോർജ് സോറോസ് ആത്മീയ നേതാവല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞു. നിങ്ങളുടെ ആത്മീയ നേതാവ് അമേരിക്കയിലുള്ള ഒരാളെ ചൂണ്ടി ഇയാളാണ് ഇവർക്കൊക്കെ രാഹുൽ ഗാന്ധി ജോർജ് സോറോസിന്റെ ആള്, പത്രക്കാര് ജോർജ് സോറോസിന്റെ ആള്. നിങ്ങൾ ഹിന്ദുക്കളോട് പക കാണിക്കുകയാണ്. എന്റെ പൊന്നാർമി ബാബു, വെറുതെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ? ഇതേ മട്ടിലുള്ള തിയറിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയ്ക്കെതിരെ വരുന്നത്. ഏട്ടനെ രാജു ചതിച്ചതാണ് തുടങ്ങി മുഴുവൻ കാവ്യങ്ങൾ ഇത് മട്ടിലാണ്. ഇതിപ്പോ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇതൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ആൾക്കാർ ചിരിക്കില്ലേ സാർ? ചിരിക്കില്ലേ ആളുകൾ? സാമാന്യ ബുദ്ധിയുള്ള ആളുകളല്ലേ ഇത് കേട്ടോണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ ആളുകളുടെ ബുദ്ധിശക്തിയെ, സാമാന്യ ബോധത്തെ? ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഇതാണ്. ഇത് പണ്ട് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ എന്തിനാണ് ആളുകൾ ചിരിക്കുന്നത് നിങ്ങളുടെ കാര്യം? ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഏറ്റെടുത്തു. ആയിക്കോട്ടെ.
ശരി, ആവട്ടെ. ശ്രീ ആർഷോ പറഞ്ഞത് ജനങ്ങൾക്ക് ഏറ്റെടുത്തു, അതുകൊണ്ടാണ് സാർ സിനിമയ്ക്ക് കട്ടുവരേണ്ടി വന്നത്. ശരി, ഓക്കെ.